ഡ്രസ്സ് മാറിയിട്ട് വാ, ബിരിയാണി കഴിച്ചിട്ട് വരാം. ബിരിയാണിയാ? അമ്മ അമ്മ ഇങ്ങി വാ. എന്താ അമ്മക്ക്? അമ്മ ഡ്രസ്സ് മാറുക, നമുക്ക് ബിരിയാണി കഴിക്കാൻ പോവാം. അതെ, ഞാൻ നിന്നെ വിളിച്ചോളൂ. നിന്നെ ബിരിയാണി കഴിക്കാൻ വിളിച്ചാൽ നീ വരണം. ഡാഡി അമ്മയും കൂടെ കൊണ്ടുപോവാ. ഞാൻ ബിരിയാണി കാണാതെ കിടക്കൊന്നുമല്ല, ഞാൻ വന്നില്ല. പിന്നെ ബിരിയാണി ചെമ്പിന്റെ പുറത്തല്ലേ പ്രസവിച്ച് അങ്ങ് ഇട്ടത്. കൊച്ചാ നീ പറഞ്ഞേ വന്നേ. ഡാഡി ഇവിടുന്ന് കഴിക്കാമെങ്കിൽ പിന്നെ. നിനക്ക് ഇവിടുന്ന് കഴിച്ച് ഇറങ്ങണോ, നീ അങ്ങ് കഴിച്ചോ. പിന്നെ ഞാൻ വിളിക്കണം, നിനക്ക് ബിരിയാണി മേടിച്ചു തരാണ്. അവിടെ വന്നില്ല. ഇവിടുന്ന് ഈ വിഷം കഴിക്കണത് നല്ലത് ഹോട്ടലിൽ പോയി കാശ് കൊടുത്ത് വല്ലതും കഴിച്ചാൽ വയറിൽ കിടക്കും. ഹോട്ടലിലോട്ട് ആക്കണത് പാർട്ടി ഓഫീസിലോട്ട് ചെല്ല്, സ്നേഹം പോകൂടി. പാർട്ടി ഓഫീസിലുള്ളവർക്ക് ഇതിനേക്കാൾ സ്നേഹമാ. അത്ര സ്നേഹമാണെങ്കിൽ കുറച്ച് പേരെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിക്കൂടി. താമസിപ്പിക്കും. കാണാനൊന്നുമില്ല. എന്തെന്ന് അത് താമസിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാൻ താമസിപ്പിക്കും. നിങ്ങൾ കുറെ നേരം കാശിന്റെ പേര് പറഞ്ഞോണ്ട് എന്നോട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളോ? 10 പൈസ കയ്യിൽ വരും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഭാര്യനെയും മകളെയും ഉപേക്ഷിച്ചല്ലോ. പൈസയുടെ കാര്യം കൂടുതൽ പറയണ്ട. നീ ഇറങ്ങി പോയാ. അപ്പൊ നിങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞതാ? ഇറങ്ങി പോകാൻ പറഞ്ഞത് ഭർത്താവിനനുസരിച്ച് ഭാര്യ നിൽക്കണം. അപ്പൊ എനിക്ക് എന്തൊരു വിലയില്ലേ? നിനക്കുള്ള വില ഞാൻ തരണുണ്ട്. എന്റെ വാക്കിന് വിലയില്ലാത്ത സ്ഥലത്ത് ഞാൻ എങ്ങനെ നിൽക്കും? നീ നിക്കണ്ടേ, നീ തലകുത്തി മറിയും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മണിയുണ്ടാക്കി അവിടെ തുറന്നു വെച്ചു. പിന്നെ അതെ, നീ ഒരു കാര്യം ചെയ്യ്. എന്നെക്കാൾ ഉചിതമാണെന്ന് തോന്നണേ എവനെങ്കിലും കണ്ടെത്തിക്കോ. ഒരു പ്രാവശ്യം കണ്ടെത്തിയതിന് മതിയായി. അയ്യോ, അത് എനിക്ക് പറ്റിയ അബദ്ധം എന്റെ തലയിലായി പോയെന്ന് പറഞ്ഞാൽ മതി. കർത്താവേ, ഞാൻ പറയണ നീ പറഞ്ഞില്ല. അവള് വരണല്ലോ, അവള് തീരുമാനിക്കും. കൂടാതിരിക്കണമെങ്കിലേ നിന്റെ ഡാഡിനോട് പറയണം. എടി, ഇതൊന്നും നന്നാവൂല, ഇതൊക്കെ വളർത്തു ദോഷമാണ്. അതെ, ഞങ്ങൾ കുറച്ച് വളർത്തു ദോഷം പാഴാക്കി കളഞ്ഞു. എന്തിനാണ് ഇവിടെ സഹിച്ചു നിൽക്കണ്ടെന്നേ? സഹിക്കണം, കൂടുതൽ സംസാരിക്കണല്ലേ. സംസാരിക്കുന്നത് എന്തിനാ നിർത്തുന്നത്? ഞാനേ ബസ് ഇറങ്ങി കുറച്ചു നേരമായി ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്താ വഴക്കിന്റെ കാര്യം? അമ്മ വന്നത് നന്നായി അമ്മേ. ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. ഇനി ഞാൻ ആ വീട്ടിലോട്ട് പോകില്ല, ഞാൻ ഇവിടെ ജീവിക്കും. ഞാനങ്ങ് പിരിഞ്ഞ് ഞാൻ ഉറപ്പിച്ച് വെച്ച് നിൽക്കുവാണ്. രണ്ടുപേരും വഴക്കിട്ട് അപ്പുറത്തും ഇപ്പുറത്താ താമസിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും അമ്മ എവിടെയാ, ഡാഡി എവിടെ, ഞാൻ എവിടെ? അമ്മ കേക്കണമ്മേ, ഈ മനുഷ്യനുണ്ടല്ലോ ലോട്ടറി എടുത്തു, എന്നിട്ട് ആ പൈസ കിട്ടുമ്പോഴത്തേന് 40 ലക്ഷം രൂപ പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ കൊണ്ടേ കൊടുക്കുന്നു. എനിക്ക് ഞാൻ ചോദിച്ചേട്ടമ്മ, എന്നെ ഇത്രയും വളർത്തി ഇത്ര ആകിയ പാർട്ടിയെ ഞാൻ പൈസ വരുമ്പോ തട്ടിക്കളയണത് ശരിയാണ്? അമ്മ അപ്പൊ ഞാൻ ആരാ അമ്മ? ഈ മനുഷ്യന്റെ ഭാര്യയല്ലേ അമ്മ? എനിക്ക് 20 ലക്ഷം രൂപ തരുള്ളൂ. 20 അല്ല 25 ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. ഇവക്ക് പൈസയോട് ഭയങ്കര ആക്രാന്തം. എനിക്ക് പൈസയോട് ആക്രാന്തം ഇല്ല. എനിക്ക് പൈസ കുറഞ്ഞതിലല്ല, എന്നെക്കാളും എന്താണ് ഈ മനുഷ്യന് പാർട്ടി? അയ്യോ, എനിക്ക് പാർട്ടിയും കുടുംബം ഒക്കെ ഒരുപോലെ തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഭാഗ്യക്കുറി അടിച്ചാ? ഭാഗ്യക്കുറി നാളെയാണ് നറുക്കെടുപ്പ്. നാളെ നറുക്കെടുക്കുമ്പം അടിക്കുമല്ലോ. നാളെ? അപ്പൊ നാളെയാണ് നറുക്കെടുപ്പ്. എടാ, നാളെ നറുക്കെടുക്കുന്നതിന് ഇന്നേ വഴക്കുണ്ടാക്കണോ? എടാ, എന്നോ പെയ്യാൻ പോണ മഴയ്ക്ക് ഇന്നേ കുട പിടിക്കണോ? ഇതിനാ പറയുന്ന തലയ്ക്കകത്ത് കാട് താമസം വേണോന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്റെ അനുവാദം കൂടാതെ ഇതിനകത്ത് കയറി താമസിക്കാൻ നിന്റെ അടുത്ത് ആര് പറഞ്ഞു? എന്റെ വീട്ടിൽ കയറാൻ ഞാൻ ആരുടെ അനുവാദം ചോദിക്കാനാ? നിന്റെ വീടാ? ഇങ്ങോട്ട് പറഞ്ഞു. ഇല്ല, ഇങ്ങോട്ട് ഇറങ്ങാൻ. വേണ്ട, തോന്നിയാസം കാണിച്ച് ഇറങ്ങി പോയിട്ട് അപ്പുറത്ത് കയറ്റി താമസിപ്പിച്ചത് എന്റെ ഔദാര്യം കൊണ്ടാ. ഇനിയും വഴക്കും മക്കളോട്ട് ജീവിക്കാനാണ് ഭാവമെങ്കിൽ കൂടും കൊടുക്കാൻ പറഞ്ഞിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോളണം. ബാലയ്യ ഗീലയ്യ എവിടെയാണെന്ന് വെച്ചാ. മക്കള് വിഷമിക്കണ്ട, ഉമ്മയുടെ കാലശേഷം എല്ലാം നിനക്കുള്ളതാ. എടുത്തോണ്ടോ? കൊള്ളാല്ല അഹങ്കാരികള്. പോരുന്നു എൻ്റെ അവിടെ. പിന്നെ അല്ലാതെ പോവാനാ?